നമസ്കാരം ഷൈമോൻ PM. നമസ്കാരം. ഷിബായസ് നമസ്തേ. കലേഷ് നമസ്കാരം. അനന്തു പെരുമ്പാത്ത് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇത്തരത്തിലുള്ളൊരു ലൈവുമായി വരാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളെ നാവടപ്പിക്കാനുള്ള ഒരാസൂത്രിതമായിട്ടുള്ള ശ്രമം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരികയാണ്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതികരിക്കാൻ പാടില്ല. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു സ്വാതന്ത്ര്യവുമില്ല. അവരെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളോടുകൂടി മത്സര പരീക്ഷ എഴുതി ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നതിൻ്റെ പേരിൽ അവരെല്ലാം തന്നെ എപ്പോഴും ഭയഭക്തി ബഹുമാനത്തോടുകൂടി മിണ്ടാ പ്രാണികളെപ്പോലെ ഇങ്ങനെ PSC ഉദ്യോഗസ്ഥന്മാരെയും ഗവൺമെൻറ്റിനെയും ഒക്കെ തന്നെ നമിച്ചുകൊണ്ടിരിക്കണമെന്നാണ് PSCയുടെ ചെയർമാൻ സക്കീർ ഹുസൈൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം PSCയുടെ ചെയർമാൻ സക്കീർ ഹുസൈൻ പത്രസമ്മേളനം നടത്തി നിരപരാധികളായിട്ടുള്ള PSC ഉദ്യോഗാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചതിനെ ന്യായീകരിച്ചത് കേരളം മുഴുവൻ ഞെട്ടലോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ആ പത്രസമ്മേളനം കൊറോണക്കാലത്തല്ലായിരുന്നുവെങ്കിൽ സക്കീർ ഹുസൈൻ വിവരമറിയുമായിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉറപ്പ് കൊടുക്കുന്ന മൗലിക അവകാശവുമാണ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം. ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് PSC ഉദ്യോഗാർത്ഥികൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്? കാസർഗോഡുള്ള 2 PSC ഉദ്യോഗാർത്ഥികൾ, സ്റ്റാഫ് നഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള 2 ഉദ്യോഗാർത്ഥികൾ അവിടെയുള്ള 38 ഒഴിവുമായി ബന്ധപ്പെട്ട് അവരുടെ നിയമനത്തിൻ്റെ ആശങ്ക പങ്കുവച്ചതിൻ്റെ പേരിൽ കേരളത്തിലെ PSCയെ അപകീർത്തിപ്പെടുത്തി, കേരളത്തിലെ PSCയെ പൊതുജന മധ്യത്തിൽ വിമർശിച്ചു എന്നുള്ളൊരു കുറ്റമാണ് ഈ 2 ഉദ്യോഗാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഉദ്യോഗാർത്ഥികളെ ഇനിയൊരു 3 കൊല്ലം പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ജനാധിപത്യ മൂല്യങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫാസിസ്റ്റ് സമീപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഏകാധിപത്യ ഭരണവുമൊന്നുമല്ല. കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇല്ലാത്ത അടിച്ചമർത്തൽ നയമാണ്, ഏകാധിപത്യ ഫാസിസ്റ്റ് നയമാണ് PSC ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ആമുഖമായി കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോട് പറയുന്നു, വായടപ്പിക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടവരല്ല നമ്മൾ. ഒരുപക്ഷെ സക്കീർ ഹുസൈനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 14 അംഗങ്ങളും നമുക്കറിയാം അവർ ഏത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ആ കൊടിവെച്ച കാറിൽ ഇപ്പോൾ പോകുന്നത് എന്ന്. സക്കീർ ഹുസൈനും PSCയുടെ ആസ്ഥാനത്ത് പട്ടത്തുള്ള 14 അംഗങ്ങളും ആ കസേരയിൽ വന്ന് കയറി ഇരുന്നത് പോലെയല്ല കേരളത്തിലെ PSCയുടെ ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ വന്ന് കയറിയിട്ടുള്ളത്. സക്കീർ ഹുസൈൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും ആ യോഗ്യതകളൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്നും എപ്പോൾ വാങ്ങിച്ചതാണെന്നും എത്ര ദിവസം ക്ലാസ്സിലിരുന്ന് വാങ്ങിച്ചതാണെന്നും നന്നായിട്ടറിയാം MK സക്കീറെ. AKG മന്ദിരത്തിൽ നിന്ന് വലിച്ചെറിയുന്ന എച്ചിൽ തിന്ന് അതിന് എങ്ങനെയെങ്കിലും പ്രതിഫലം കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു നിലപാടാണ് സക്കീർ ഹുസൈൻ എങ്കിൽ സക്കീർ ഹുസൈൻ ഇതിലും വലുതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇവിടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം PSC ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഭരണഘടനാ സ്ഥാപനമാണ്.
ജനാധിപത്യത്തിൽ ഗവൺമെന്റിനോടും സർക്കാരിനോടും ഒക്കെ തന്നെ ജനങ്ങൾ ചോദ്യം ചോദിക്കും. സർക്കാർ അനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളോടും പരസ്യമായിട്ട് തന്നെ ചോദ്യം ചോദിക്കും. അങ്ങനെ അത് PSCയോട് ചോദിക്കും, ഗവൺമെന്റിനോട് ചോദിക്കും, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോടും ചോദിക്കും. അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനാണ് കേരളത്തിലെ PSCയുടെ ചെയർമാന് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അലോസരപ്പെടുത്തുന്നത്? ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾക്കറിയാം മിസ്റ്റർ MK സക്കീർ, താങ്കൾ ഇവിടെ 2 ഉദ്യോഗാർത്ഥികളെ 3 വർഷത്തേക്ക് ഇനി പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് വിലക്കിയതിന്റെ പിന്നിൽ താങ്കളുടെ ബുദ്ധിയല്ല, അത് AKG സെന്ററിൽ നിന്ന് തന്നിട്ടുള്ള ബുദ്ധിയാണ്. കാരണം കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങുന്ന സമാനമായ ഒരു ഘട്ടം വന്നപ്പോൾ അവർക്ക് അവകാശപ്പെട്ട ഒരു നിയമനങ്ങളെക്കുറിച്ച് പിന്നെ പ്രതികരിക്കാൻ പാടില്ല, അവർക്ക് അവകാശപ്പെട്ട നിയമനങ്ങളെക്കുറിച്ച് ചാനലുകളിൽ, മാധ്യമങ്ങളിലൂടെ വന്ന് പറയാൻ പാടില്ല. അങ്ങനെ വേണമെങ്കിൽ അതിനുള്ള ഫലത്തിന്റെ 2 നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സെന്ററുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചവരെയും ഇപ്പോ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഒഴിവുകൾ ചൂണ്ടിക്കാട്ടി നിയമനത്തിന് ആവശ്യപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കെതിരെയും ഇനിയുള്ള ദിവസങ്ങൾ വായടപ്പിക്കാൻ ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് സക്കീറോട് പറയാനുള്ളത്, MK സക്കീർ, താങ്കൾ ഇരിക്കുന്ന കസേര PSCയുടെ ഓഫീസിലെ കസേരയും അധികാരവും താങ്കളുടെ കുടുംബസ്വത്തിന്റെ ഭാഗമായിട്ട് ലഭിച്ചതല്ല. MK സക്കീറിന്റെ PSC ചെയർമാൻ പട്ടം അത് ഭരണഘടനാ അനുസൃതമായിട്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 320 അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. തറവാട്ട് സ്വത്തും കുടുംബ സ്വത്തൊന്നുമല്ല, അത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ അവകാശമാണ്. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികളെ ഭീഷണിപ്പെടുത്തി, ഉദ്യോഗാർത്ഥികളെ ഒറ്റപ്പെടുത്തി, ഉദ്യോഗാർത്ഥികളെ വായടപ്പിച്ച്, ഉദ്യോഗാർത്ഥികളെ മൂലക്കിരുത്താനാണ് ശ്രമമെങ്കിൽ അത് വെച്ചു പൊറുപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല. ഇവിടെ ഉദ്യോഗാർത്ഥികൾ ഒറ്റയ്ക്കാണ്, അങ്ങ് ഭയപ്പെട്ടു പോകുമെന്നുള്ള ഒരു ധാരണയൊന്നും സക്കീറിനും 14 അംഗങ്ങൾക്കും ഇവിടെ വേണ്ട. അതാ ഞാൻ നേരത്തെ ആവർത്തിച്ചത്. താങ്കൾ അന്യ സംസ്ഥാനത്തുള്ള ഒരു പെട്ടിക്കടയുടെ മുകളിൽ പോയിട്ട് പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഡിഗ്രി അല്ല കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ, ഈ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കയ്യിലുള്ളത്. അധ്വാനിച്ച് മുണ്ട് മുറുക്കി ഉടുത്ത് രാപ്പകൽ ഇരുന്ന് പഠിച്ചു നേടിയിട്ടുള്ള യോഗ്യതകൾ തന്നെയാണ്, റെഗുലർ ക്ലാസ്സിൽ പോയിട്ട് നേടിയിട്ടുള്ള ആ യോഗ്യത തന്നെയാണ് കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. അതുകൊണ്ട് MK സക്കീറിനും 14 അംഗങ്ങൾക്കും അവർക്ക് ദാനം കിട്ടിയ രാഷ്ട്രീയ നിയമനമാണ് PSC ചെയർമാനും അതേപോലെ തന്നെ അംഗങ്ങളും എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യ രാജ്യത്തെ UPSCയിൽ പോലും 9 അംഗങ്ങളെ ഉള്ളൂ. അവിടെയാണ് താങ്കൾ 14 മുതൽ 21 അംഗങ്ങളെ വെച്ച് ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികളെ വേട്ടയാടാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന് മുഖാമുഖം പറയാൻ വേണ്ടി തന്നെയാണ് ഈ ലൈവിൽ വന്നത്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ ഒറ്റക്കൊന്നുമല്ല. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടല്ല. ഉദ്യോഗാർത്ഥികൾ പ്രതികരിച്ചാൽ നിങ്ങൾക്കും ഈ വിലക്ക് വരും. നിങ്ങൾക്കും ഇന്റേണൽ വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ നിങ്ങളെ ഇനി PSC പരീക്ഷയിൽ അയോഗ്യരാക്കും എന്നുള്ള ആ സന്ദേശമാണ് MK സക്കീർ കൊടുക്കുന്നതെങ്കിൽ, മിസ്റ്റർ MK സക്കീർ, കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ തള്ളക്കോഴി കുട്ടികളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കുന്ന പൊതുപ്രവർത്തകർ ഇവിടെയുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഒരു സൈഡിലാക്കി ഞങ്ങൾ ഇറങ്ങിക്കോളും, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. താൻ PSCയുടെ പട്ടത്തുള്ള ഓഫീസിന്റെ ഗേറ്റ് കടന്ന് ഇങ്ങ് റോട്ടിലേക്ക് ഇറങ്ങണമോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിൽ ഒരു തർക്കവുമൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല എന്ന് MK സക്കീറിനെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സമാനതകളില്ലാത്ത ഒരു നടപടിയാണ് താങ്കൾ എടുത്തിരിക്കുന്നത്. ഒരു വശത്ത് നിരപരാധികളായ ഉദ്യോഗാർത്ഥികൾ ഇനിയൊരു സാവകാശവും ഇനിയൊരു ചാൻസും അവരുടെ ഒരു പരീക്ഷ എഴുതാൻ ലഭിക്കില്ല എന്ന ഉറപ്പോടുകൂടി അവർ അവരുടെ നിയമനത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഒരു ബോഡി ഒരുമിച്ചിരുന്ന് ഇവർക്കെതിരെ എല്ലാം തന്നെ നടപടിയെടുത്ത് ഇവരെയൊക്കെ തന്നെ വായടപ്പിക്കാമെന്നുള്ള ധാരണയാണ് MK സക്കീറിനുള്ളതെങ്കിൽ, MK സക്കീറിനോട് മാത്രമല്ല, ആ ബുദ്ധി, ആ കാപട്യത്തിന്റെ ആ ബുദ്ധി താങ്കളുടെ ചെവിയിൽ ഓതിത്തന്ന് അവരോടുകൂടിയാണ് പറയുന്നത്. ഇതൊന്നും വെച്ചു പൊറുപ്പിക്കാൻ കേരളത്തിലെ ജനത തയ്യാറാകില്ല. ഇതിനെയൊക്കെ തന്നെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഉദ്യോഗാർത്ഥികളോടൊപ്പം ഞങ്ങളുണ്ട്. ആരാണ് മിസ്റ്റർ സക്കീർ PSCയെ അപകീർത്തിപ്പെടുത്തിയത്? ആരാണ് PSCയുടെ വിശ്വാസ്യത തകർത്തത്? താങ്കൾ പറ.
ബിരുദവും ബിരുദാനന്തര ബിരുദവും മറ്റു ഉന്നത യോഗ്യതകളുമുള്ള ഉദ്യോഗാർത്ഥികളാണോ PSCയുടെ വിശ്വാസ്യത തകർത്തിട്ടുള്ളത്? പറയണം, അവരാണോ വിശ്വാസ്യത ഇവിടെ തകർത്തിട്ടുള്ളത്? അവരാണോ PSCയെ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ളത്? ഞാൻ ചോദിച്ചോട്ടെ മിസ്റ്റർ MK സക്കീർ, ഇവിടെ ആയിരക്കണക്കിന് PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അവരുടെ അവകാശമായ, താങ്കളുടെ ഔദാര്യമല്ലാത്ത അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അത് PSCക്ക് അപകീർത്തിയായി മാറുന്നു. അത് PSCക്ക് വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. 2010 കേരളത്തിലെ ഒരു ജില്ലയിൽ 8 UD ക്ലർക്കുമാരെ വ്യാജ അഡ്വൈസ് മെമ്മോ ഉണ്ടാക്കി നിയമിച്ചിട്ട് 10 കൊല്ലമായി. അതിൻ്റെ അന്വേഷണവും അതിൻ്റെ വിചാരണയും പോലും പൂർത്തിയായിട്ടില്ല. ആ ഘട്ടം വരെ എത്തിയിട്ടില്ല. അത് കേരളത്തിലെ PSCക്ക് ഒരു അപമാനവുമില്ലേ? ഒരു പരീക്ഷ പോലും എഴുതാതെ ഒരു ജില്ലയുടെ കലക്ട്രേറ്റിൽ 8 പേർ വ്യാജ അഡ്വൈസ് മെമ്മോ ഉണ്ടാക്കി നിയമനം നേടിയത് MK സക്കീറിനും കൂട്ടർക്കും അത് PSCയുടെ വിശ്വാസ്യത തകർത്തിട്ടില്ലേ? 2013 പരീക്ഷ എഴുതാതെ സർവീസിൽ കയറിയിട്ട് അത് കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർത്തിട്ടില്ലേ? ഇനി ഇതൊക്കെ പോട്ടെ, കഴിഞ്ഞ CPOയുടെ പരീക്ഷ നടക്കുമ്പോൾ 3 പേർ, ശിവരഞ്ജിത്തും നസീമും അതേപോലെ തന്നെ പ്രണവും, MK സക്കീറെ അതിൽ 1-2 പേർക്ക് ബിരുദാനന്തര ബിരുദത്തിൻ്റെ 2 പേപ്പറിൽ വട്ടപൂജ്യമാണ്, 0 ആണ് അവരുടെ മാർക്ക്. ഇങ്ങനെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് 0 മാർക്ക് കിട്ടിയിട്ടുള്ള 3 വധശ്രമ കേസിലെ തിരുവനന്തപുരം സിറ്റിയിലെ 3 SFI ഗുണ്ടകൾ താങ്കൾ ഈ പറയുന്ന വലിയ വിശ്വാസമുള്ള വലിയ മഹാപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരീക്ഷ, ആ പരീക്ഷയിൽ നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ സ്മാർട്ട് ഫോണിൽ ആൻസർ പേപ്പർ കൊടുത്ത് കോപ്പി അടിച്ചങ്ങ് പുറത്തുപോയി 1 കൊല്ലം വീട്ടിൽ കിടന്നപ്പോൾ താങ്കളുടെ ഈ വിശ്വാസയോഗ്യതയൊക്കെ എവിടെ പോയിരുന്നടോ സക്കീറെ? താങ്കളുടെ കുറ്റമറ്റ സംവിധാനം എവിടെ പോയി? അപ്പോൾ ഇല്ലാത്തൊരു വിശ്വാസത എപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത്? അത് താങ്കൾ അപകീർത്തിപ്പെടുത്തിയില്ലേ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. CPO പരീക്ഷയിൽ പോയി പരീക്ഷ ഒരു യോഗ്യതയുമില്ലാത്ത 3 പേർ PSCയുടെ പരീക്ഷാ ഹാളിൽ സ്മാർട്ട് ഫോണിലൂടെ നിങ്ങൾ പറയുന്നത് പോലെ കോപ്പി അടിച്ച് ഇൻവിജിലേറ്ററുടെ കണ്ണും വെട്ടിച്ച് 1 കൊല്ലം വീട്ടിൽ പോയി ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഈ കോപ്പി അടിച്ചവരുടെ അഡ്വൈസ് മെമ്മോ കാസർഗോഡ് PSC ഓഫീസിൽ നിന്ന് പിറ്റേ ദിവസം ഈ ക്രിമിനലുകൾ കയക്കുന്നതിൻ്റെ തലേന്നമാണ് തിരുവനന്തപുരത്ത് കത്തിക്കുത്തുണ്ടായത്. അതുകൊണ്ടല്ലേ പിടിച്ചത്? അപ്പോൾ വയനാട്ടിൽ വ്യാജ അഡ്വൈസ് മെമ്മോ ഉണ്ടാക്കി നിയമനം നടത്തിയത് വിശ്വാസയോഗ്യതയെ ബാധിച്ചിട്ടില്ല അല്ലേ? അത് ബാധിച്ചിട്ടില്ലല്ലോ. 2013 PSC തട്ടിപ്പ് PSCയുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ കോപ്പി അടിച്ചത് PSCയുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടില്ല. PSC എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിച്ചത് മിടുക്കരായിട്ടുള്ള 2 കുട്ടികൾ അവരുടെ നിയമനത്തെക്കുറിച്ച് 38 ഒഴിവുകളെക്കുറിച്ച് ചോദിച്ചതാണോ? അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം എന്താണ്? ഇത് നൽകുന്ന സന്ദേശം ഒന്ന് മാത്രമാണ്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, താങ്കൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ നിയമസഭയിൽ കേരളത്തിൻ്റെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയെ 20 മീറ്റർ അപ്പുറത്ത് നിന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷം കാട്ടുകള്ള പിണറായി എന്ന് വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത്ര വരെ ഇവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച നമുക്കാകാം. പക്ഷേ നിയമസഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിന്ന് കാട്ടുകള്ള പിണറായി എന്ന് വരെ വിളിക്കുന്ന അത്ര പോലും ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു കേരളത്തിൽ PSCയുടെ ഒഴിവുകളെക്കുറിച്ച് ചോദിച്ചതിൻ്റെ പേരിൽ മിടുക്കരായിട്ടുള്ള 2 പേർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ താങ്കൾ ഉന്നം വെച്ചിട്ടുള്ളത് ആ 2 പേരെ എല്ലാ പകരം ഇവിടെയുള്ള LD, LG, CPO, അതേപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ്, LPS, UPS, HSS, HSST എന്നു വേണ്ട വിവിധ കമ്പനി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള റാങ്ക് ലിസ്റ്റുകൾ, LDV റാങ്ക് ലിസ്റ്റുകൾ, CEO ഉൾപ്പെടെയുള്ള റാങ്ക് ലിസ്റ്റുകളെ കുറിച്ച് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുമ്പോൾ ഇനി ഈ ഒരു അച്ചടക്ക നടപടി കണ്ടാൽ അവരെല്ലാം തന്നെ മിണ്ടാതിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് താങ്കൾക്കുള്ളത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങളുണ്ട്. ഞങ്ങൾ ചോദ്യം ചോദിക്കും, ഞങ്ങൾ പറയും. ഇന്നലെ വരെ താങ്കൾ ആ കസേലയിരുന്ന് ഭരിക്കുന്നവരെയും താങ്ങി ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ അവകാശം വരെ നിഷേധിച്ചപ്പോൾ ഇല്ല ഇവിടുത്തെ കേരളത്തിലെ PSCയുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല.
അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുകയാണ്, മിസ്റ്റർ MK സക്കീർ, നിങ്ങൾ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതയെ ചോദ്യം ചെയ്യരുത്. എന്തായാലും താങ്കളേക്കാൾ യോഗ്യത LDFന്റെ കൺവീനർ വിജയരാഘവന്റെ ഔദാര്യമാണ്. താങ്കളുടെ PSC മെമ്പർഷിപ്പും ചെയർമാൻഷിപ്പും ഒക്കെ ആണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലപ്പുറം ജില്ലയിലുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ് താങ്കൾ പുറത്തെ സ്റ്റേറ്റിൽ പോയിട്ട് എവിടെ നിന്നാണ് ബാക്കിയുള്ള ബിരുദങ്ങൾ എങ്ങനെയാണ് സംഘടിപ്പിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അങ്ങനെ വാങ്ങിയ ബിരുദമാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളത് എന്ന് താങ്കൾ തെറ്റായി ധരിക്കേണ്ട. അധ്വാനിച്ച് റെഗുലർ കോഴ്സിൽ പോയി പഠിച്ച് നല്ല റിസൾട്ട് വാങ്ങി PSC കോച്ചിങ് സെന്ററിൽ അധ്വാനിച്ച് മുറുക്കി ഉടുത്ത് പട്ടിണി കിടന്നൊക്കെ പഠിച്ച മിടുക്കരാണിവർ. അതുകൊണ്ട് AKG സെന്ററിൽ നിന്ന് വലിച്ചെറിയുന്ന എച്ചിൽ കഷണങ്ങൾ അത് കടിച്ചു തിന്ന് അതിനുള്ള നന്ദി പ്രകടിപ്പിക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചത്ത് ചവിട്ടിയല്ല. ഞങ്ങൾ ആവർത്തിക്കുന്നു, കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിക്കാൻ വന്നാൽ ആ ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ടി വരും, ഉറപ്പ് തന്നെയാണ്. ഇത് അവരുടെ മുന്നിൽ പറയുന്ന ഒരു വാഗ്ദാനമല്ല, ഞങ്ങളുടെ ഉറച്ച തീരുമാനം തന്നെയാണ്. കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളെ വായടപ്പിക്കാനും അവരെ വരിഞ്ഞു കെട്ടാനും അവരെ മിണ്ടാപ്രാണികളെ പോലെ ആക്കാനുമാണ്, അവരുടെ ഭരണഘടനാപരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കാനാണ് താങ്കളുടെ ശ്രമമെങ്കിൽ താങ്കളുടെ ഈ അല്പത്തരത്തെ തുറന്നു കാട്ടാനും ചെറുത്തു തോൽപ്പിക്കാനും ഞങ്ങൾക്ക് തെരുവിലിറങ്ങേണ്ടി വരും, താങ്കളെ തടയേണ്ടി വരും. ഞങ്ങൾ കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി മടികൊണ്ടവരാണ്, ജയിലിൽ പോയവരാണ്. അതിന്റെ പേരിൽ താങ്കളുടെ ഈ താന്തോന്നിത്തത്തെ നിലക്കു നിർത്തി PSC ചെയർമാന്റെ കുടുംബ സ്വത്തല്ല, PSC ചെയർമാന്റെ തറവാട് സ്വത്തല്ല കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥാപനം. അതുകൊണ്ട് ആ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനത്തിൽ AKG മന്ദിരത്തിന്റെ അനുസൃതമായിട്ട് പ്രവർത്തിച്ച് ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിക്കാനാണ് താങ്കളുടെ ശ്രമമെങ്കിൽ, ഉദ്യോഗാർത്ഥികളെ വായടിപ്പിക്കാനാണ് താങ്കളുടെ ശ്രമമെങ്കിൽ താങ്കൾ ആദ്യം പറയേണ്ട ഉത്തരം, രണ്ട് ഉദ്യോഗാർത്ഥികൾ അവരുടെ ഒഴിവിനെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അത് PSCയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ, PSCയെ അപകീർത്തിപ്പെടുത്തി എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ, ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. കോഴിക്കോട് കിർത്താഡ്സിൽ ബലാത്സംഗ കേസിലെ പ്രതിയെ യാതൊരുവിധ യോഗ്യതയുമില്ലാതെ SC/ST ഗവേഷണ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ SC/STയുടെ കീഴിലുള്ള വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനത്തിലോ ഗവേഷണ പരിചയമില്ലാത്ത, ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ കീഴിൽ ഗവേഷണ പരിചയമില്ലാത്ത SFIയുടെ 3 നേതാക്കളെ കോഴിക്കോട് കിർത്താഡ്സിൽ നിയമിച്ചപ്പോൾ, അതും ബലാത്സംഗ കേസിലെ പ്രതികളെ നിയമിച്ചപ്പോൾ ഇല്ലാത്തൊരു വിശ്വാസ്യത ആ സമയത്ത് താങ്കൾ കാണിക്കാത്ത ഒരു ആ സമയത്ത് PSC അപകീർത്തിപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, 2010 വയനാട്ടിലെ കലക്ട്രേറ്റിൽ വ്യാജ അഡ്വൈസ് മെമ്മോ ഉണ്ടാക്കി 8 പേരെ നിയമിച്ചതിന്റെ കേസിന്റെ വിചാരണ പോലും 2020 വരെ നടന്നിട്ടില്ല. അത് കേരളത്തിലെ PSCയെ വിശ്വാസ്യത തകർത്തിട്ടില്ല, അപകീർത്തിപ്പെടുത്തിയിട്ടില്ല. ശരിയല്ലേ? 2013 PSC തട്ടിപ്പ്, അത് MK സക്കീറിന് യാതൊരുവിധ PSCയുടെ വിശ്വാസ്യതയും തകർത്തിട്ടില്ല. കത്തിക്കുത്ത് കേസിലെ 3 പ്രതികൾ പരീക്ഷാ ഹാളിൽ സ്മാർട്ട് ഫോണിൽ കോപ്പി അടിച്ച് പോസ്റ്റ് ഗ്രാജുവേഷന് 0 മാർക്ക് വാങ്ങിയ നസീം അടക്കം ആദ്യ റാങ്കിൽ വന്നപ്പോൾ ഇല്ലാത്ത ഒരു വിശ്വാസ്യത എപ്പോഴാണ് സക്കീർ ഇപ്പൊ വന്നത്? അതുകൊണ്ട് താങ്കൾ വിജിലൻസിന്റെ അന്വേഷണം നടത്തി പ്രതികരിക്കുന്നവർക്കെതിരെ എല്ലാം തന്നെ നടപടിയെടുക്കുമെന്ന് പറയുന്നതാണെങ്കിൽ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും താങ്കൾ നടപടിയെടുക്കേണ്ടി വരും. ആ ഓഫീസ് അങ്ങ് പൂട്ടേണ്ടി വരും മോനെ സക്കീറെ. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുകയാണ്, കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ അവരുടെ ഭാവി വെച്ച് പന്താടാനാണ് ശ്രമമെങ്കിൽ സക്കീറെ തടഞ്ഞു നിർത്തും. നടു റോട്ടിൽ താങ്കളെ തടഞ്ഞു നിർത്തി തെരുവിൽ ഞങ്ങൾ വിചാരണ ചെയ്യും. ഒരു തർക്കവും വേണ്ട, പറഞ്ഞാൽ ചെയ്യുന്നവർ തന്നെയാണ് പറയുന്നത്. താങ്കൾ ഇനി അങ്ങ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ PSC ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാനോ എന്ന് വേണോ വേണ്ടിയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തിയുമായി താങ്കൾ മുന്നോട്ട് പോയാൽ തെരുവിൽ താങ്കളെ നിലക്കു നിർത്താൻ ഞങ്ങൾക്കറിയാം. അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ച അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കാനാണ് താങ്കളുടെ ശ്രമമെങ്കിൽ, അടിയന്തരാവസ്ഥ കാലത്തെ പോലും വെല്ലുന്ന നിലപാടുകളുമായിട്ടാണ് ഭരണഘടനാ സ്ഥാപനമായ PSC പോകുന്നതെങ്കിൽ ഞങ്ങൾ അധികാരം കയ്യിലെടുക്കും.
ഞങ്ങൾ താങ്കളെ ഏത് രീതിയിൽ നിലക്കു നിർത്തണമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്താണ്. എല്ലാവരും കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്താണ്. PSC MK സക്കീറിന്റെ കുടുംബ സ്വത്തല്ല, MK സക്കീറിന്റെ തറവാട് സ്വത്തുമല്ല. അത് ഭരണഘടനാ സ്ഥാപനമാണ്, ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷാ കേന്ദ്രമാണ്. നിയമനം MK സക്കീറിന്റെ ഔദാര്യവുമല്ല, PSC ഉദ്യോഗാർത്ഥികളുടെ അവകാശമാണ്. ഈ ഉദ്യോഗാർത്ഥികളോടൊപ്പം തോളോട് തോൾ ചേർന്ന് കേരളത്തിലെ യുവത പോരാടും, കേരളത്തിന്റെ പൊതുസമൂഹം ഉണ്ടാകും. അതുകൊണ്ട് ഇമാതിരി ഉമ്മാക്കി കാണിച്ച് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ ഭയപ്പെടുത്തി നിർത്താമെന്നുള്ള സക്കീറിന്റെ ഈ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തവരോട് ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്താണ്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങൾ ആത്മവിശ്വാസം നൽകുകയാണ്. നമ്മുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം അത് ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് അർഹതപ്പെട്ടതാണ്. അത് ചോദ്യം ചെയ്യാൻ ഒരു സക്കീറിനും അതിനുള്ള അധികാരമില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അവസാന ശ്വാസം വരെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ അവരുടെ അഭിപ്രായ പ്രകടനം പറയും, അത് തെളിയിച്ചു പറയും, അത് പരസ്യമായി പറയും. ഞങ്ങൾ പറഞ്ഞത് MK സക്കീറിന്റെ കുടുംബകാര്യമല്ല, MK സക്കീറിന്റെ വീട്ടിന്റെ കാര്യമല്ല, ഞങ്ങളുടെ നിയമനത്തിന്റെ കാര്യമാണ്. അത് പറയുമ്പോൾ താങ്കൾക്ക് ഇത്ര ബേജാറാകുന്നുണ്ടെങ്കിൽ ആ ബേജാറ് എന്തിനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരോട് പറഞ്ഞേക്ക്. ഈ നിലപാടിനെ തിരുത്താൻ കേരളത്തിൽ ഒരു വലിയ ശബ്ദം ഉയർന്നു വരുന്നു. ആ ശബ്ദത്തിന് മുന്നിൽ താങ്കളും താങ്കളോടൊപ്പമുള്ള ഉദ്യോഗാർത്ഥികളെ വേട്ടയാടുന്ന വേട്ടപ്പട്ടികളും എല്ലാം തന്നെ ഭസ്മമായി പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണ്, കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.